പഞ്ചായത്തിന് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. പരസ്പര തുല്യമായി കാണുന്ന ജനതയുള്ള നമ്മുടെ നാട്. എനിക്കൊരു സ്വപ്നമുണ്ട്. പ്രകൃതിയോടിണങ്ങിയുള്ള വികസനം കൈവരിച്ച സഞ്ചാരയോഗ്യമായ വീതികളുള്ള കുടിവെള്ളക്ഷാമം ഇല്ലാത്ത പഴമയും പുതുമയും ഇടചേർന്ന സംസ്കാരമുള്ള നമ്മുടെ നാട്. പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. സത്യഭാമയുടെ ആമുഖ പ്രസംഗത്തോടെ ആരംഭിച്ച ബജറ്റ് യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുഹമ്മദ് കുട്ടി, ബീന എന്നിവരും അംഗങ്ങളായ വിശ്വനാഥൻ, ദീപ, ശശികുമാർ, ബാലഗോപാൽ, രാജു, പീറ്റർ തങ്കച്ചൻ, ഷിബു തുടങ്ങിയവരും സെക്രട്ടറി അബ്രാം, അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാജ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സംസാരിച്ചു. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണം, കായിക മികവിന് പ്രോത്സാഹനം, പ്രാദേശിക സാമ്പത്തിക വികസനം, മാലിന്യ സംസ്കരണം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആളുകളെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു ബജറ്റാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിന്റെ ഉദാഹരണമാണ് ഭിന്നശേഷിക്കാർക്ക് കലോത്സവം. ഈ കലോത്സവം എന്ന് പറയുമ്പോൾ സാധാരണ ജില്ലയിലേക്ക് കാര്യങ്ങളൊക്കെ വിടാറുണ്ട്. ജില്ലയിൽ പഞ്ചായത്ത് പോയി മത്സരിക്കാറുണ്ട്. അതുപോലെ അവർക്ക് ടൂർ കാര്യങ്ങൾ അങ്ങനെ അതൊന്ന്. പിന്നെ കൃഷി സംബന്ധമായിട്ട് കൃഷിക്ക് ഏറ്റവും കൂടുതൽ രീതിയിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇപ്പോൾ ഉള്ള കൃഷിനെ കൂട്ടി നല്ല രീതിയിൽ കൊണ്ടാടി ഒരു കാർഷിക മേഖലയാണ്. അപ്പൊ അതിനെ കൈപിടിച്ച് ഉയർത്താവുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ്. ആകെ 32 കോടി 45 ലക്ഷം രൂപ വരവും 32 കോടി 29 ലക്ഷം രൂപ ചെലവും 16 ലക്ഷം രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റ് അംഗീകാര യോഗം മാർച്ച് 3 നടക്കും.